ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ സൂയിലേക്കാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ള ബാക്കി വീഡിയോകൾ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ തൃശ്ശൂർ സൂയിലെ മുമ്പ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ സൂവിൻ്റെ മുമ്പൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ എത്തും ബാക്കി വീഡിയോസ് കാണിച്ചു തരാം. സൺഡേ ആയതുകൊണ്ട് ഇന്നലെ തിരക്കുണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഫൈനലി അതിൻ്റെ ഉള്ളിൽ കയറി. ആദ്യം ഞങ്ങൾ പോയത് റോസ് സ്ട്രീറ്റിൻ്റെ അടുത്തേക്കാണ്. പിന്നെ ഞങ്ങൾ പോയതൊരു ഫോക്സിൻ്റെ അടുത്തേക്കാന്നു. ഫോക്സ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഓടി കളിക്കുന്നു. കണ്ടില്ലേ ആ ഫോക്സ് ഓടി കളിക്കണില്ലേ? മോളിങ്ങനെ ആയിക്കോളെ ഓടി കളിക്കുന്നു. അവളെ കൈ പിടിച്ചിട്ടൊക്കെ ഓടിയായിരുന്നു. അവൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയണില്ല, എല്ലാ മൃഗങ്ങളെയൊക്കെ കണ്ടിട്ട്. പിന്നെ ഞങ്ങൾ പോയതൊരു മുതലുള്ള ഒരു കുളത്തേക്ക് പോയി. മുതലിനെ ഞങ്ങൾക്ക് ചെറുതായിട്ട് കാണാണ്ട്, നിങ്ങൾക്ക് കാണാണ്ടെന്ന് എനിക്കറിയില്ല. പിന്നെ ഞങ്ങൾ അതിക്കൂടി ഇതിക്കൂടെയൊക്കെ നടന്ന് നല്ല ഭംഗിയുള്ള പ്ലേസ് ആയിരുന്നു. വാ നിങ്ങൾക്കും കാണിച്ചു തരാം, വരൂ. പിന്നെ ധൂവമോൾക്ക് ഇറങ്ങി നടക്കണമെന്നുണ്ട്. ധൂവമോളായിക്കോടെ ഇറങ്ങി നടക്കണം. അവളിൻ്റെ കൈ പിടിച്ചിങ്ങനെ നടക്കായിരുന്നു. സാമിയ പിന്നെ അവളെ മാനുകളുണ്ടായിരുന്നു. മാനുകളെ നോക്കി നിൽക്കായിരുന്നു. കുറേ മാനുകളുണ്ടായിരുന്നു. അവർ ദൂരത്ത് പോയി കിടക്കായിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ കണ്ടില്ലേ? പിന്നെ പോലെ ഞങ്ങളൊരു വലിയ ഓസ്ട്രേലിയത്തേക്കാണ്. അത് കൊക്കൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് ആ ഗ്രീൻലാൻഡ് പുറത്തേക്ക് ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാ വേറെ ഒന്നും കൂടി, അതിതാ ഞങ്ങളുടെ അടുത്തൊക്കെ വരുന്നോക്ക്. അത് കൊക്കോണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിൻ്റെ തൊട്ടാപ്പുറത്തൊരു മാനുണ്ട്. അത് മാനാണോ ആടാണോ തിരിച്ചറിയണില്ല. ബാക്കി മാനുകളൊക്കെ കൂട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നു. അവിടുന്ന് നോക്കുമ്പോൾ ഒരു പാർക്ക് കാണാണ്ട്. പിന്നെ അതാ നല്ല വലിയ മാനുകൾ. നോക്ക കൊമ്പൊക്കെ ഉണ്ട്. നല്ല വലിയ മാനാണ്. അവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അവരൊക്കെ ഭക്ഷണം കഴിച്ച് നടക്കുക.
പിന്നെ നോക്കുമ്പോൾ വലിയ ഹിപ്പോപ്പൊട്ടാമസ് അതവിടെ പുല്ലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അതിന് അവിടെ കുളിക്കാനും കിടക്കാനും അവിടെ കുളമുണ്ട്. ഞങ്ങൾ കുറച്ചേരം അത് നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ പോയതൊരു പാർക്കിലേക്കാണ്. ആ പാർക്കിൽ ഞങ്ങൾ കുറേ നേരം കളിച്ചു. മോൾക്കാണെങ്കിൽ പാർക്കിൽ കളിച്ചിട്ട് പോരാനും തോന്നുന്നില്ല. നല്ല കളിയാണ്. നല്ല അവള് എൻജോയ് ചെയ്ത് കളിക്കുക. അവള് കോണി കയറുക, ഉരിശി കളിക്കുക, അങ്ങനെ ചെയ്യും. പിന്നെ അവൾ ഇൻ്റെ മടിയിൽ നിന്നിട്ട് ഇങ്ങനെ പോരുന്നു. പിന്നെ ഞങ്ങൾ പാർക്കിൽ പോവുകയാണ്. ദുവമോളാണെങ്കിൽ വിളിച്ചിട്ട് വരുന്നില്ല. പിന്നെ പോയത് ഞങ്ങൾ പുള്ളിമാനത്തേക്കാ. വിമാനം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ മാനിന് ഭക്ഷണം കൊടുക്കാൻ ആള് വന്ന് നിൽക്കുക. കണ്ടില്ലേ, ആനങ്ങൾ കൂട്ടായിട്ട് വന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. മോള് പുള്ളിമാനെ കണ്ടിട്ട് അവിടുന്ന് പോരുന്നില്ല. അവിടെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഓടി ആയിക്കൂടെ പോവുമായിരുന്നു. പിന്നെ മോൾക്ക് അവിടെ നല്ല ഇഷ്ടമായിക്കണു. പിന്നെയാണ് മക്കളെ താരം പുലി. പുലിനടുത്തേക്ക് പോയപ്പോൾ പുലി അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോൾ ഉണ്ട് അത് എണീച്ചു. കിടക്കണ കിടപ്പ് കണ്ടില്ലേ. ഇവിടെയാണ് കാട്ടിലെ രാജാവ് കിടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ കൂട്ടിൽ നേരം നോക്കിയാൽ കാണാം അപ്പുറത്തും ഇപ്പുറത്തും കൂടെ നടക്കുന്നുണ്ട്. സിംഹം പിന്നെ അവിടെ പതുങ്ങി കിടക്കുക. ഞാൻ കുറേ ശബ്ദമൊക്കെ ഉണ്ടാക്കി നോക്കി, അത് അനങ്ങനില്ല. പിന്നെ ഉണ്ട് കുറച്ചെരിപ്പുണ്ട് ഒരു ഗർജനം.
കുറച്ച് കഴിഞ്ഞപ്പോൾ പുലി എണീച്ചു. പിന്നെ അങ്ങോട്ടും കൊണ്ട് ഓടൽ തുടങ്ങി. വയലൻ്റായി. നേരെ ഇങ്ങനെ നടക്കും, പിന്നെ ഓടും. എന്താ എൻ്റെ വരവ് നോക്കിയൊക്കെ ആ സ്റ്റൈല്. നമ്മളൊക്കെ കഴിഞ്ഞ പൊഞ്ഞി കയ്യിൽ കിട്ടിയാൽ നമ്മളെ കഥ തീരും. ഇപ്പോഴും മറ്റാൾ എണീച്ചിട്ടില്ല. ഞാൻ കുറേ സൗണ്ടൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അത് ഇപ്പോഴും മറ്റും എണീക്കില്ല. ഇനി നിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞങ്ങൾക്ക് ഇനി വരാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും കമൻറ്റും ചെയ്യണേ. ലൈക്ക് വളരെ കുറവാണ്, സബ്സ്ക്രൈബും. കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് കാണണേ. ബൈ.